എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സോയാ ചാൻസ് വെച്ച് അടിപൊളിയൊരു കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, ചോറിന് എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സോയാ ചില്ലിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളച്ച് വരുമ്പോഴത്തേക്ക് 1 കപ്പ് സോയാ ചാൻസ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്തേ. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇത് വെക്കുക. 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് സോയ ചാൻസൊക്കെ നല്ലതായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ചൂടുവെള്ളം കളഞ്ഞിട്ട് ഇതിലോട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇത് പിഴിഞ്ഞ് അങ്ങ് എടുക്കുക. അങ്ങനെ പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്ന സോയ ചാൻസാണിത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 വലിയ വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നല്ലതായിട്ട് ചതച്ചതാണ്. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ 4 അല്ലി വെളുത്തുള്ളി എടുത്തോളൂ കേട്ടോ. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് ഞെരടി ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത സോയ ചങ്ക്സിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൂടി കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കല്ലേ. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 തൊട്ട് 10 മിനിറ്റിനുള്ളിൽ നല്ലതായിട്ട് ഫ്രൈ വരും. ഈ ഒരു പരുവാകുമ്പം നമുക്കിതിനെ അങ്ങ് കോരി മാറ്റാം. അതേ എണ്ണയിലോട്ട് 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എണ്ണ എടുക്കാവുന്നതാണ് കേട്ടോ. ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ തീ ഫുൾ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. 2 വലിയ സവാള ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്ത് അതിൻ്റെ ഇതിലുകൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വഴണ്ട് വന്നിരിക്കുന്ന വെളുത്തുള്ളിയിലോട്ട് സവാളയും ക്യാപ്സിക്കും അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. തീ ഒരിടത്തും കുറച്ച് വെക്കുന്നില്ല. അവസാനം വരെയും ഫുൾ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് സോസ് റെഡിയാക്കാം. ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ സോയാ സോസും അതുപോലെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇത്രയും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതങ്ങ് മാറ്റി വെക്കാം. സവാളയും ക്യാപ്സിക്കും ഒക്കെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ ചില്ലി സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ടങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസുകളുണ്ടല്ലോ അതങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ സോസ് എടുത്ത കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. സോസ് ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഉപ്പ് നോക്കി മാത്രം ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോവരുതേ. 1 ടീസ്പൂൺ പഞ്ചസാരയും കൊണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് ഇത് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഉണ്ടല്ലോ അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് ഇളക്കിയിട്ട് പകുതി ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി പകുതിയും കൂടെ ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അന്നേരം തന്നെ നല്ലതായിട്ട് ഇതങ്ങ് കുറുകി വരുവേ. ഈ സമയത്ത് തീ കുറച്ച് വെക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുക. കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതായിട്ട്. ഇപ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം തീ ഓഫ് ചെയ്യാവുന്നതാണ്. തണുത്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് ഇത് കുറുകി വരും. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള സോയാ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്രൈഡ് റൈസ്, ചപ്പാത്തി അതുപോലെ എല്ലാത്തിനും കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം എന്തെങ്കിലും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.